ദിവസവും ഉണരുന്നത് മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന വാർത്തകൾ കേട്ടാണ്. കുട്ടികളെന്ന് പേരിട്ട് വിളിക്കുന്നവർ ദഹിക്കാനാകാത്ത കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഇനി അവരെ എങ്ങനെ കുട്ടികളെന്ന് അഭിസംബോധന ചെയ്യുവാനാകും? കൂടപ്പിറപ്പിനെയും കളിക്കൂട്ടുകാരനെയും ക്രൂരമായി കൊലപ്പെടുത്തുന്ന മരണസംസ്കാരം കേരളത്തിൽ എങ്ങനെ പിടിമുറുക്കി? അതിനാര് ഉത്തരവാദിത്തം വഹിക്കും? വി പോയിന്റ് ചർച്ച ചെയ്യുന്നു. കുറ്റകൃത്യങ്ങൾക്കും കേരളം നമ്പർ 1. കുട്ടികൾക്കിടയിലെ ക്രൂരമർദ്ദനം, റാഗിംഗ്, ലഹരി വ്യാപനം ഭയപ്പെടുത്തുന്നതാണ് കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥ. കുട്ടികൾക്ക് ഇതെന്തു പറ്റി? വെഞ്ഞാറമൂടിലെ അരുംകൊലയും പിന്നാലെ താമരശ്ശേരിയിലെ ഷഹബാസ് എന്ന 15 വയസ്സുകാരന്റെ കൊലപാതകവും കേരള മനസാക്ഷിയെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തുന്നതായിരുന്നു. തുടരെയുള്ള ആക്രമണ പരമ്പരകളെല്ലാം കേരളത്തിനൊരു മുന്നറിയിപ്പാണ്. പുതിയ കാലമാണ്, വൈബാണെന്നൊക്കെ പറയുമ്പോൾ രക്ഷിതാക്കൾ കുട്ടികളെ എത്രമാത്രം ശ്രദ്ധിക്കുന്നുണ്ട്? തിരക്കുകൾക്കിടയിൽ അവരോട് സംസാരിക്കുവാൻ നിങ്ങൾ മറന്നുപോയോ? അതോ എന്ത് തെറ്റ് ചെയ്താലും അവർക്ക് കുട പിടിക്കുകയാണോ? ഷഹബാസിന്റെ കൊലപാതകത്തിൽ പ്രതികളായ കുട്ടികളുടെ മാതാപിതാക്കൾക്കും പങ്കുള്ളതായി ഷഹബാസിന്റെ പിതാവ് വെളിപ്പെടുത്തിയിരുന്നു. 2K കിഡാണ്, പിള്ളേർ വേറെ ലെവലാണെന്നൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും പറയുമ്പോൾ അവരെ വളർത്തിക്കൊണ്ടുവന്നവരിലും കുറ്റവാസനകൾ നിലനിൽക്കെ എങ്ങനെ അവരെ മാത്രം കുറ്റം പറയാനാകും? കോവിഡാനന്തര സമൂഹത്തിൽ കുട്ടികളിലും മുതിർന്നവരിലും കാര്യമായ മാനസിക വ്യതിയാനങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. സമൂഹത്തിൽ നിന്ന് വ്യക്തികളിലേക്ക് ഒതുങ്ങിയപ്പോൾ അവർക്ക് ചുറ്റുമുള്ള ലോകം ഫോണിലേക്ക് മാത്രം ഒതുങ്ങി. ഷഹബാസിനെ കൊല്ലുവാനായി ഇൻസ്റ്റഗ്രാമിൽ ഉണ്ടാക്കിയ ഗ്രൂപ്പിന്റെ വാൾപേപ്പർ സൗത്ത് കൊറിയൻ TV സീരീസായ സ്ക്വിഡ് ഗെയിം ആണെന്ന് കൂടി മനസ്സിലാക്കുമ്പോഴേ ഇതിനു പിന്നിലെ ക്രൂരമായ ആസൂത്രണത്തിന്റെ പിന്നാമ്പുറം മനസ്സിലാവുകയുള്ളൂ. വലിയ ക്യാഷ് പ്രൈസ് നേടുവാനായി മാരകമായ ഗെയിം കളിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് വെബ് സീരീസിലുള്ളത്. റെഡ് ഗ്രീൻ ലൈറ്റ് തെളിയുന്നതനുസരിച്ച് കാണുന്നവരെ മുൾമുനയിൽ നിർത്തുകയും എന്നാൽ യാതൊരു നിയന്ത്രണവുമില്ലാതെ വയലൻസ് കാണിക്കുകയും ചെയ്യുന്നു. കാണുന്നതെല്ലാം വിവേകമില്ലാതെ ഗ്രഹിക്കുന്ന ഒരു സമൂഹം നമുക്ക് ചുറ്റും വളർന്നു വന്നിരിക്കുന്നു. സിനിമയ്ക്കും ഇതിൽ പങ്കുണ്ടെന്ന് പറയാതെ വയ്യ. വൈകി വന്ന വിവേകമാണെങ്കിൽ പോലും മാർക്കോ സിനിമയുടെ ടെലിവിഷൻ സംപ്രേഷണം തടഞ്ഞത് കാലഘട്ടത്തിന്റെ ആവശ്യം തിരിച്ചറിഞ്ഞാണ്. സിനിമയൊരു ദൃശ്യ കലാരൂപമാണ്. അത് മൂല്യങ്ങൾ കൂടി ഉൾക്കൊള്ളുന്നതാകുമ്പോഴാണ് സമൂഹത്തിന് അത് ആവശ്യമായി വരിക. അതേസമയം സിനിമകൾ മാത്രമാണ് കുറ്റവാസനകൾക്ക് പിന്നിലെന്ന് പറയുവാൻ സാധിക്കില്ല. ഒരു വയസ്സാകുന്നതിന് മുമ്പ് തന്നെ ഭക്ഷണം കഴിക്കുവാൻ അവർക്ക് മുന്നിൽ സ്വാതന്ത്ര്യത്തോടെ വെക്കുന്നതും മൊബൈൽ ഫോണാണ്. കുട്ടിയൊന്ന് കരഞ്ഞാൽ, വാശി പിടിച്ചാൽ അവന്റെ ഏതാഗ്രഹവും സാധിച്ചു കൊടുക്കും. പലപ്പോഴും അത്യന്തം രക്തരൂക്ഷിതമായ കാർട്ടൂൺ സീരീസുകൾ പോലും ചെറുപ്രായത്തിൽ കുട്ടികൾ കണ്ടു വളരുന്നു. ഇതവരുടെ അവബോധ മനസ്സിൽ പോലും പതിഞ്ഞു കിടക്കുന്നു. സിനിമ മാത്രമാണോ എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതൊരു വലിയ ഒരു സമൂഹത്തിൻ്റെ മുഴുവൻ പ്രശ്നമാണ്. ഒരു സമൂഹത്തിൽ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ വളരെ ഡിഫറൻ്റായിട്ട് റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ തുറയിലുള്ളവരും ഒന്നിച്ചിരുന്ന്, മാതാപിതാക്കളും അധ്യാപകരും സമൂഹത്തിലുള്ള എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാവരും ചേർന്ന് ഡിസ്കസ് ചെയ്യേണ്ട, ഡോക്ടേഴ്സൊക്കെ ചേർന്നിരുന്ന് ഡിസ്കസ് ചെയ്യേണ്ട വലിയൊരു ടോപ്പിക്കാണത്. അത് ഒരു കാലത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സംസ്കാരത്തിൻ്റെ അപജയം എന്ന് നമ്മളെല്ലാവരും ഉത്തരവാദികളാണ്, എല്ലാവരും. അതുകൊണ്ട് അതൊരു നമ്മൾ ലാഘവത്തോടെ പറയേണ്ട ഒരു കാര്യമല്ല. വ്യക്തമായ സ്റ്റഡി ഉണ്ടാവണം, വ്യക്തമായ തീരുമാനങ്ങൾ ഉണ്ടാവണം. മുൻപോട്ടുള്ള യാത്രയിൽ ഈ തലമുറയെ എങ്ങനെ നമ്മളുടെ കൈക്കുമ്പിളിൽ പ്രൊട്ടക്റ്റഡായിട്ട് കൊണ്ടുവരാം എന്നുള്ളതിന് വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കേണ്ടിയിരിക്കുന്നു. ഒറ്റപ്പെട്ട അല്ലെങ്കിൽ ഒരു ആരോപണം ഒരു സിനിമയുടെ പുറത്തോ അല്ലെങ്കിൽ സിനിമാക്കാരിൽ പുറത്തോ മാത്രമായിട്ട് ഒതുങ്ങേണ്ടതല്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം എല്ലാം ഇതിൻ്റെ ഭാഗമാണ്. ട്രെൻഡ് എന്ന് പറയുന്നൊരു അതൊരു ഫോമാറ്റ് അനുസരിച്ച് ഇപ്പോൾ ഏത് കാലത്തും ഈ പറഞ്ഞ പോലെ അതാത് കാലത്തിൻ്റെ സ്വഭാവമുള്ള
വയലൻസ് ഒക്കെ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഈ കാലം എങ്ങനെ മാറി? കൊച്ചുകുട്ടികളുടെ കയ്യിൽ കളിക്കാൻ കൊടുക്കുന്ന ഗെയിം എന്ന് പറയുന്ന ഒരു ടൂൾ അല്ലെങ്കിൽ ഒരു ഗാഡ്ജറ്റിൽ കൊടുക്കുന്ന ഒരു ഗെയിം, അതിൻ്റെ തീവ്ര സ്വഭാവം നമ്മൾ നോക്കി കാണേണ്ടിയിരിക്കുന്നു. ആഹാരം കഴിക്കാത്തൊരു കുട്ടിക്ക് കയ്യിലോട്ട് കൊടുക്കുന്ന ഒരു ഗെയിം, അത് ആ ഗെയിമിൻ്റെ അകത്ത് അവൻ കളിക്കുന്ന ഗെയിമിലുള്ള എത്രമാത്രം മാരകമായിട്ടുള്ള വിഷ്വൽസാണ് എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അത് ബ്ലഡ് ഷെഡിങ് അവിടെ തുടങ്ങുകയാണ്. അതുകൊണ്ട് പഴയ കാലത്ത് നമ്മളൊരു മുത്തശ്ശി കഥയിൽ നമുക്ക് ചെറിയ ചെറിയ ഭയം ഉണ്ടാവുമായിരുന്നു. ആ കഥയിലുണ്ടാകുന്ന ഇരുട്ടിനെ അല്ലെങ്കിൽ കൊച്ചു പതിഞ്ഞിരിക്കുന്ന ഏതെങ്കിലും നമ്മൾ ഭയപ്പെടുത്തുന്ന ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ഇന്ന് കുട്ടികളെ അങ്ങനത്തെ കഥകൾ പറഞ്ഞാൽ ഭയപ്പെടില്ല അവർ. കാരണം അതിനേക്കാളും ഫെറോഷ്യസ് ആയിട്ടും അതിനേക്കാളും രൗദ്രഭാവമുള്ള ഒരുപാട് ഗെയിംസ് അവർ കളിച്ച് കഴിഞ്ഞിരിക്കുന്നു. അവരെ ഭയപ്പെടുത്തുന്നില്ല അതൊന്നും. അതുപോലെ തന്നെ വയലൻസും, ചെറിയ 2 വയസ്സുള്ള 1 വയസ്സുള്ള കുട്ടിയൊക്കെ ഇങ്ങനെ ഗണ്ണ് കൊണ്ട് ഷൂട്ട് ചെയ്ത് ബ്ലഡ് തെറിക്കുന്നത് കണ്ട് അവൻ്റെ മനസ്സിനെ അതൊക്കെ ഒരു സാധാരണ ഫീലിലേക്ക് മാറ്റിയെടുത്തിരിക്കുന്നു. അപ്പോൾ അവിടം തൊട്ടേ തുടങ്ങുന്നു വയലൻസിൻ്റെ ആറ്റിറ്റ്യൂഡിലുള്ള മാറ്റം. അപ്പോൾ അത് നമ്മൾ നോക്കിക്കാണണം. ആ ഒരു കുട്ടി, അതിന് ഞാൻ കാണുന്ന ഏറ്റവും വലിയ ഉത്തരവാദികളും ഇന്നത്തെ നമ്മുടെ മാതാപിതാക്കളാണ് തന്നെ, അവരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഈ കുട്ടികളെ ആവശ്യത്തിൽ കൂടുതൽ ലാളനയോട് കൂടി വളർത്തുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ പുതിയ തലമുറയിലുള്ള അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഉൾപ്പെടുന്ന മാതാപിതാക്കളിൽ ഉണ്ടായിട്ടുള്ള വലിയ മാറ്റം. നമുക്ക് കിട്ടാത്തത് മുഴുവൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു എന്നുള്ളൊരു വലിയ തെറ്റാണ് നമ്മളുടെ കുഞ്ഞുങ്ങളോട് ചെയ്ത ഏറ്റവും വലിയ പാതകം. അപ്പം അതിൻ്റെ അകത്ത് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ സിനിമയും രാഷ്ട്രീയവും അതുപോലെ ഒരുപാട് സാമൂഹിക രാഷ്ട്രീയ അന്തരീക്ഷവും ഈ ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ പുതിയ തലമുറയുടെ ഭാവിയെയും ചിന്തകളെയും അവൻ്റെ ഇപ്പോഴത്തെ അവൈലബിലിറ്റി, ഡ്രഗ്സിൻ്റെ അവൈലബിലിറ്റി, അതിനെത്രമാത്രം നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു സ്റ്റേറ്റിന് എന്നുള്ളതൊക്കെ ചിന്തിക്കണം. ഇതെല്ലാം ചേർന്ന് വരുമ്പോഴാണ് നമ്മൾ ഈ ഒരു വലിയ സെൻസിറ്റീവായിട്ടുള്ള സിറ്റുവേഷനെ നമ്മൾ വിലയിരുത്തേണ്ടത്. ലാഘവത്തോടെയുള്ളൊരു പറച്ചിലൂടെ മാത്രമല്ല ഇത് കാണുന്നത്, വലിയ കൂട്ടായിട്ടുള്ളൊരു ചർച്ചയിലൂടെ മാത്രമേ അത്. അപ്പോൾ ഈ ഫെസ്റ്റിവലിൽ നമ്മൾ വിദ്യാർത്ഥികൾ ഉണ്ടാവണം എന്ന് പറയാൻ കാര്യം, ഒരു എല്ലാ കാലത്തും കലയാണ് ഒരു കൺട്രോൾ. യുദ്ധം നടക്കുന്ന സ്ഥലത്തും എവിടെയും ഒരു ജീവിതത്തിൻ്റെ ഒരു ട്യൂണിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവൻ്റെ മനസ്സിൻ്റെ അവൻ്റെ എല്ലാ തരത്തിലുള്ള അവസ്ഥകളെയും ഒന്ന് സാന്ത്വനിപ്പിക്കുന്നതെന്ന് പറയുന്നത് കല തന്നെയാണ്. അപ്പോൾ കല എല്ലാ രീതിയിലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നടക്കുന്ന പല എക്സ്പ്രഷൻസ് സിനിമകളിലൂടെ അവരിലേക്ക് എത്തുമ്പോൾ, വിദ്യാർത്ഥികൾ നോക്കി മനസ്സിലാകുമ്പോൾ അവനെ അനലൈസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇന്ന് തീർച്ചയായും കെ വി തോമസ് സാറിനെയൊക്കെ ഇവിടെ വിളിച്ചിട്ട് നമ്മൾ വിദ്യാർത്ഥികളുടെ പാർട്ടിസിപ്പേഷൻ ഫെസ്റ്റിവലിന് കൂടുതൽ ഉണ്ടാവണം. അതുപോലെ തന്നെ സാഹിത്യത്തിൻ്റെ സാമീപ്യം. കാരണം ക്ലാസിക്കുകളാണ് നമ്മളിപ്പോൾ ഈ ഓസ്കറിനെ എടുത്താൽ തന്നെ 50% സിനിമകളും ഏതെങ്കിലും പുസ്തകത്തെ അഡാപ്റ്റഡ് സ്ക്രീൻ പ്ലേസാണ്, ഏതെങ്കിലും പുസ്തകത്തെ അനുകരിച്ചിട്ടോ അവലംബിച്ചിട്ടോ ഉള്ള സിനിമകളാണ്. നമ്മളുടെയൊക്കെ സിനിമകളിൽ അതുണ്ട്. അതുകൊണ്ട് ഇത് ഈ കൂടിച്ചേർന്നിട്ടുള്ള ഒരു സംസ്കാരം അല്ലെങ്കിൽ ഒരു ആസ്വാദനമാണ് ഇനിയും കുട്ടികളെ ഒരു പരിധിവരെ ഈ ഒരു മനസ്സിൻ്റെ സന്തുലിതാവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിയുള്ളൂ. കലയ്ക്ക് മാത്രമേ ആ കൺട്രോൾ നടക്കുകയുള്ളൂ. മറ്റ് ഈ ചില ആരോപണങ്ങൾ, ഇപ്പോൾ സിനിമയാണ് എല്ലാം വഴിതെറ്റിക്കുന്നത് പറഞ്ഞ ആരോപണങ്ങളോട് എനിക്ക് യോജിപ്പില്ല. എല്ലാം കൂടിച്ചേർന്ന് ഒരു സമൂഹത്തിൽ എല്ലാം കൂടിച്ചേർന്ന് ഉത്തരവാദികളായി മാറിയിട്ടുണ്ട്. നിയമസഭാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ആവേശം സിനിമ കണ്ട് കുട്ടികൾ ഗുണ്ടാ തലവന്മാരെ അന്വേഷിച്ചു പോയ പോലീസ് റിപ്പോർട്ടുകളെക്കുറിച്ച് പ്രതിപാദിച്ചിരുന്നു. വർദ്ധിച്ചുവരുന്ന ലഹരിയുടെ ഉപയോഗവും കുട്ടികളുടെ മാനസിക ശാരീരിക ആരോഗ്യത്തെ കാര്യമായി ബാധിച്ചിരിക്കുന്നു. ഇതിൽ സർക്കാരിന്റെ അനാസ്ഥ എടുത്തു പറയേണ്ടതാണ്. സർക്കാരിന്റെ നയങ്ങൾ ഒരിക്കലും മദ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അനുകൂലമാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല. ശക്തമായിട്ട് KCBC ഇക്കാര്യത്തിൽ പ്രതിഷേധിച്ചിട്ടുണ്ട്. ഈ കൂടുതൽ മദ്യ സ്ഥാപനങ്ങൾ തുടങ്ങാനായിട്ടും അതുപോലെ തന്നെ മറ്റ് ലൈസൻസുകൾക്ക് അനുവദിക്കുവാനുമായിട്ടുള്ള വലിയ ഉദാരമായ ഒരു സമീപനമാണ് സർക്കാർ എടുക്കുന്നത്. അതിനോട് ശക്തമായ പ്രതിഷേധം ഞങ്ങൾക്ക് മാത്രമല്ല, കുടുംബങ്ങളെ സ്നേഹിക്കുന്ന, മക്കളെ സ്നേഹിക്കുന്ന, ഭാവിയെ സ്നേഹിക്കുന്ന എല്ലാ ആളുകൾക്കും ഉണ്ട്. പരിഹാരത്തിലേക്ക് വരണമെങ്കിൽ ഇത് സർക്കാർ ഉണരണം, സർക്കാർ സംവിധാനങ്ങൾ ഉണരണം, നിയമവ്യവസ്ഥ ഉണരണം, ഉദ്യോഗസ്ഥർ ഉണരണം. അവർക്ക്
നമ്മുടെ പ്രതിഷേധം, ജനങ്ങളുടെ പ്രതിഷേധം അവരിൽ എത്തിക്കുക എന്നുള്ളത് ജനാധിപത്യ വ്യവസ്ഥയിൽ നമ്മുടെ കടമയാണ്. ഞങ്ങൾ ഈ പ്രതിഷേധം ഇനിയും അറിയിക്കും. സർക്കാർ സംവിധാനം ഉണർന്ന് പ്രവർത്തിക്കും. ജനങ്ങളുടെ പ്രതിഷേധം ശക്തമായി കഴിയുമ്പോൾ സർക്കാരിൻ്റെ സംവിധാനങ്ങൾ, ബന്ധപ്പെട്ട നിയമവകുപ്പുകളുടെ സംവിധാനങ്ങൾ ഉണരും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. സർക്കാർ നോക്കുകുത്തികളാകുമ്പോൾ ലഹരി മാഫിയകൾ ഇവിടെ കൊടികുത്തി വാഴുന്നു. സർക്കാർ ലഹരിക്കെതിരെ പ്രചാരം നടത്തുന്നുണ്ട്. നടീനടന്മാരെ ബോധവൽക്കരണത്തിനായി ഉപയോഗിക്കുന്നുണ്ട്. എന്നിട്ടോ മറുവശത്ത് മദ്യവിൽപ്പനയ്ക്ക് സർവത്ര പിന്തുണയും നൽകുന്നു. പുതുതലമുറയുടെ ഭാവി നശിപ്പിക്കുന്നു. ബ്രൂവറിയും ഡിസ്റ്റിലറിയും കേരളത്തിൽ ദിവസം ചെല്ലുംതോറും പെരുകുന്നു. ഷഹബാസിനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലും. അവൻ്റെ കണ്ണൊന്ന് പോയി നോക്ക്, കണ്ണൊന്നുമില്ല. സാർ, ഇൻസ്റ്റാഗ്രാമിലെ ഒരു ഗ്രൂപ്പിൽ വന്ന ശബ്ദ സന്ദേശമാണ്. കൂട്ടത്തല്ലിൽ മരിച്ചാൽ ഒരു വിഷയവുമില്ല, പോലീസ് കേസെടുക്കില്ല, കേസുണ്ടാവില്ല, കേസ് തള്ളിപ്പോകും. കൂട്ടമായി മർദ്ദിച്ചു വന്നാൽ കേസുണ്ടാവില്ല. സാർ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഷഹബാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ, അതേ ക്ലാസ്സിൽപ്പെട്ട 10ാം ക്ലാസ്സിൽപ്പെട്ട ഒരു കുട്ടിയെ ആസൂത്രിതമായി മർദ്ദിച്ചു കൊന്ന ശേഷം ഇൻസ്റ്റാഗ്രാമിലൂടെ സന്ദേശം പകർന്നതിനെയാണ് ഞാനിവിടെ വായിച്ചത്. സാർ, കേരളത്തിന് മനസാക്ഷിയെ ഞെട്ടിപ്പിച്ച കൂട്ടക്കൊലപാതകങ്ങളാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കൊന്നും വിചാരിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ സങ്കല്പിക്കാൻ കഴിയാത്ത നിലയിൽ കേരളത്തിലെ കലാലയങ്ങളിലും സ്കൂളുകളിലും ലഹരിയുടെ വ്യാപനം ശക്തമായി വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അക്രമങ്ങൾ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. സാർ, വെഞ്ഞാറമൂട്ടിൽ ഒരു കുട്ടി 5 പേരെയാണ് കൂട്ടക്കൊല നടത്തിയത്. താമരശ്ശേരിയിൽ ലഹരിക്ക് അടിമയായ അഷീഖ് എന്ന വ്യക്തി ഉമ്മയെ കൊന്നിട്ട് പറഞ്ഞു, എനിക്ക് ജന്മം നൽകിയതിനുള്ള പ്രതികാരമാണ് എന്ന് പറഞ്ഞു. എറണാകുളത്തൊരു സ്കൂളിൽ മഹീർ എന്ന് പറയുന്ന ഒരു കുട്ടിയെ റാഗ് ചെയ്ത് ആ കുട്ടി ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്തപ്പോൾ സന്തോഷിച്ച് കൈയടിച്ച് ആഹ്ലാദിക്കുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയുണ്ടായി. സാർ, മൂക്കിൻ്റെ പാലം തകർന്ന് KJ സാജൻ എന്ന് പറയുന്നൊരു വിദ്യാർത്ഥി, അവരുടെ പിതാവ് ഇന്നലെ ന്യൂസ് അവറിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞത് ഹൃദയഭേദകമായിരുന്നു. സാർ, വെള്ളറടയിൽ MBBS പരീക്ഷയ്ക്ക് എന്തുകൊണ്ടാണ് നീ തോറ്റത് എന്ന് ചോദിച്ചപ്പോൾ ആ പിതാവിനെ വെട്ടിക്കൊന്ന സംഭവം കേരളത്തിലാണ് നടന്നത്. സാർ, ഇതിൻ്റെ എല്ലാം പിന്നിൽ ലഹരിയാണ്. കേരളം ലഹരി മാഫിയയുടെ നീരാളിപ്പിടുത്തത്തിലേക്ക് ആഴ്ന്നു പോവുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ അത് അടുത്ത തലമുറയാണ്. സാർ, ഇവർ ലഹരിയുടെ അടിമകളായി മാറുന്നു, ഇരകളായി മാറുന്നു. രാസലഹരിയിൽ മൂല്യബോധം നഷ്ടപ്പെടുന്ന ഇവർക്ക് ഏത് ക്രൂരതയ്ക്കും മടിയില്ല എന്ന നിലയിലേക്കാണ് സാർ കാര്യങ്ങൾ പോകുന്നത്. സാർ, നമ്മൾ എവിടെയാണ് സാർ ജീവിക്കുന്നത്? കേരളം ഒരു കൊളംബിയയായി മാറുകയാണോ? ഒരു കാലത്ത് പഞ്ചാബിനെ പറ്റിയായിരുന്നു ഡ്രഗ്സിൻ്റെ കാര്യത്തിൽ ഏറ്റവും വലിയ തോതിൽ ആളുകൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. സാർ, ഇന്ന് കേരളം ലഹരിക്ക് അടിമയായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ സമൂഹം ഒന്നാകെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വിഷയമായി ഇത് മാറുകയാണ്. സാർ, വിവിധ തരത്തിലുള്ള കെമിക്കലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഡ്രഗ്സ് ഇന്ന് കുട്ടികളുടെ ജീവിതത്തെ തന്നെ പരിപൂർണമായി തകർക്കുകയാണ്. പുകഞ്ഞില്ലാതാകുന്ന യുവത്വമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാർ, ഇതെന്താണ് എന്ന് കണ്ടുപിടിക്കണ്ടേ? ഇതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കണ്ടേ? സാർ, ഇത് ലഹരിക്ക് അടിമയാകുന്ന ഇവർ ചെയ്യുന്ന ക്രൂരമായ കൊലപാതകങ്ങൾ, അക്രമങ്ങൾ ഓരോ ദിവസവും വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. സാർ, ഇന്ന് മലയാള മനോരമ കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും നല്ല പാഠം എന്ന നിലയിൽ കുട്ടികളെ കൊണ്ട് പ്രതിജ്ഞ എടുപ്പിക്കുന്നുണ്ട്. നല്ല കാര്യമാണ്. പക്ഷേ ആ പ്രതിജ്ഞ കൊണ്ട് മാത്രം ഇതാകുന്നുണ്ടോ എന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ഇന്ന് കേരള സമൂഹത്തിലെ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ വിപത്തിനെ നേരിടാൻ വേണ്ടി കഴിയണം. അതിനൊന്നാമത്തെ ഉത്തരവാദിത്തം നിറവേറ്റുന്നത് ഗവൺമെൻറ്റാണ്. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ, അങ്ങ് 9 വർഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. ഈ 9 വർഷത്തിനിടയിൽ ലഹരിയെ നിയന്ത്രിക്കാനോ ലഹരിക്കെതിരെ ഒരു പോരാട്ടം നടത്താനോ ഈ ഗവൺമെൻറ് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. സാർ, ടൂറിസം വകുപ്പ് ഹെറിറ്റേജ് ബിൽഡിങ്ങിൽ ബാർ കൊടുക്കാമെന്നുള്ള പുതിയ നയം. അപ്പം തമിഴ്നാട്ടിലെ പഴയ കെട്ടിടങ്ങൾ, 4 കെട്ടുകളൊക്കെ പൊളിച്ച ആളുകൾ ഇപ്പം കേരളത്തിൽ കൊണ്ട് വെക്കുകയാണ്.
കാരണം ഇവിടെ ഹെറിറ്റേജ് ആക്കി ബാർ വാങ്ങിക്കാൻ വേണ്ടി. സർ, ഈ അതിനിടയിലാണ് സാർ ഡിസ്റ്റിലറിയും ബ്രൂവറിയും അനുവദിക്കുന്നത്. കേരളം ലഹരി മാഫിയയുടെ കീഴിൽ അമർന്നു കഴിയുമ്പോഴാണ് ഇവിടെ ഇനിയും ഡിസ്റ്റിലറിയും ബ്രൂവറിയും വൈനറിയും ഒക്കെ സ്ഥാപിച്ചുകൊണ്ട് കേരളത്തിൽ കൂടുതൽ മദ്യത്തിന്റെ അവൈലബിലിറ്റി വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നത് ആർക്ക് വേണ്ടി സാർ? ലഹരിയിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന നമ്മുടെ കൂട്ടായ പരിശ്രമം, ആ പരിശ്രമത്തെ തകർക്കുന്നതല്ലേ സാർ പുതിയ ബ്രൂവറിയും ഡിസ്റ്റിലറിയും വൈനറിയും ബോട്ടിലിംഗ് പ്ലാന്റുകളുമെല്ലാം കേരളത്തിൽ സ്ഥാപിക്കാൻ പോകുന്നത്? സർ, കൂട്ടക്കൊലപാതകങ്ങൾ പെരുകുന്നതിന് ഉത്തരവാദിത്വം ആർക്കാണ് സാർ? കേരളത്തിൽ ഇന്ന് ക്യാമ്പസുകളിൽ റാഗിങ്ങുകൾ വ്യാപകമാണ്. ആരാണ് സാർ റാഗിങ്ങിന് നേതൃത്വം കൊടുക്കുന്നത്? ക്ഷമിക്കണം സാർ, SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം റാഗിങ്ങിന് നേതൃത്വം കൊടുക്കുന്നു. കേരളത്തിലെ കലാലയങ്ങളിൽ സാർ വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കൊന്നത് ആരാണ് സാർ? ഞാൻ വായിക്കാം സാർ. സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച് കൊന്നത് ആരാണ് സാർ? എന്റെ കയ്യിൽ പേരുകളുണ്ട്, ഞാൻ വായിക്കുന്നില്ല. ആരാണ് കൊന്നത്? അവരുടെ സ്ഥാനം എന്താണെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങയിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല. SFIയുടെ സമ്മേളനത്തിൽ അങ്ങ് പോയപ്പോൾ അങ്ങ് പറഞ്ഞു, ഇതുപോലെ നിങ്ങൾ തുടർന്നാൽ മതി, ഒരു മാറ്റം ഉണ്ടാകണ്ട എന്നങ്ങ് പറഞ്ഞു. അങ്ങക്ക് അവരെ ഒന്ന് നിയന്ത്രിക്കാമായിരുന്നു. അന്ന് അങ്ങ് കേരളം അങ്ങ് കാണുന്ന മുഖ്യമന്ത്രിയായിട്ടാണ്. അക്രമ സംഭവങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്കെതിരായി അങ്ങക്കൊരു വാക്ക് പറയാമായിരുന്നു. അങ്ങത് പറയാത്തതിൽ കേരളത്തിന് പ്രയാസമുണ്ട് സാർ. സർ, സമീപകാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അക്രമങ്ങളും കൊലപാതകങ്ങളും എന്താണ് സാർ നമ്മളെ പഠിപ്പിക്കുന്നത്? രാഷ്ട്രീയ പ്രവർത്തകരും രാഷ്ട്രീയ പാർട്ടികളും സർവകലാശാലകളും ഗൗരവത്തോടെ ചിന്തിക്കണമെന്ന് തന്നെയല്ലേ പഠിപ്പിക്കുന്നത്? സാർ, ഈ കൂട്ടക്കൊലപാതക പരമ്പരകൾ സമൂഹത്തെ തന്നെ സൃഷ്ടിയാണ്. അത് ഒറ്റപ്പെട്ട സംഭവമല്ല. പലപ്പോഴും ഭരണകൂടവും പാർട്ടിയും ഇത്തരം സംഭവങ്ങളെ ഒറ്റപ്പെട്ട എന്ന് പറഞ്ഞ് തള്ളിക്കളയുമ്പോഴും ആ കൊലപാതക പരമ്പരകൾ സമൂഹത്തിന്റെ വൈകല്യത്തെയാണ് സാർ പ്രകടിപ്പിക്കുന്നത്. സാർ, ചില നിരീക്ഷണങ്ങൾ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ കൊലപാതകം തെറ്റല്ല. കൊലപാതകത്തിൽ ആത്യന്തികമായി ഉണ്ടാകുന്ന ശിക്ഷ മാത്രമാണ്. അത് വലിയ കാര്യമൊന്നുമല്ല. ഈ നിരീക്ഷണത്തിൽ നിന്ന് പ്രാമുഖ്യം ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുന്നു. സർ, സൈക്കോ പത്തോളജിക്കൽ സിറ്റുവേഷൻ സൃഷ്ടിക്കപ്പെടുന്നു. മനുഷ്യജീവനും മനുഷ്യ മാംസത്തിനും വിലയില്ല എന്നും അറിവുമാടുകളെ പോലെ പറിച്ച് കീറാനും കുത്തിക്കീറാനും വെട്ടി നുറുക്കാനും ഒരു സംഗതിയാണെന്നും അത് തെറ്റല്ലെന്നും ഒരു സന്ദേശം ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അടുത്ത കാലത്താണ് റാഗിങ്ങിൽ സിദ്ധാർത്ഥന്റെ ജീവൻ പൊലിഞ്ഞത്. സിദ്ധാർത്ഥന്റെ മരണം കൊലപാതകമാണെന്ന് പറയാതെ വയ്യ. സ്ഥാപനത്തിലെ വൈസ് ചാൻസലർ, രജിസ്ട്രാർ, ഡീൻ തുടങ്ങിയവരെല്ലാം ഈ സംഭവത്തിൽ പങ്കാളികളാണ്. തെളിവ് കൊടുക്കുവാൻ ആരുമില്ല. അന്നത്തെ ഗവർണറിന്റെ ഇടപെടൽ കൊണ്ട് കേസെടുത്തു. എന്നാൽ അതിന്റെ വിവരങ്ങൾ കൂടുതലൊന്നും പുറത്തേക്ക് വന്നില്ല. ലഹരിക്കെതിരെ പ്രതിഷേധം ശക്തമാകുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്കും അവർ വളർത്തുന്ന സംഘടനകളെയും അവരുടെ പ്രവർത്തനങ്ങളെയും നിയമസഭയിൽ രമേശ് ചെന്നിത്തല സധൈര്യം ചോദ്യം ചെയ്തിരുന്നു. കുട്ടികൾക്കും യുവാക്കൾക്കുമിടയിൽ അക്രമവാസന കുത്തിവെക്കുന്ന ഇത്തരം സംഘടനകളുടെ പ്രവർത്തനങ്ങളെയും ആശങ്കയോടെയാണ് സമൂഹം വീക്ഷിക്കുന്നത്. എത്ര കേസുകളിൽ SFI ഇൻവോൾവ്? സിദ്ധാർത്ഥന്റെ കേസ്, മെഡിക്കൽ കോളേജിലെ കേസ്, യൂണിവേഴ്സിറ്റിയിലെ കേസ്, ഞാൻ ഒരു ഡസൻ കേസ് എടുത്തുതരാം. ഒരു ഡസൻ കേസുകളെ എടുത്തുതരാം. ആലപ്പുഴ ജില്ലയിലെ വിവിധ സംഭവങ്ങൾ, ഒരു ഡസൻ കേസ് ഞാൻ എടുത്തുതരാം. ഇവർ ഇൻവോൾവ് ആയിട്ടുള്ള പരസ്യമായിട്ടുള്ള പുറത്തിറങ്ങിയിട്ടുള്ള കേസ്, പല കേസുകളിലും ഈ ഹോസ്റ്റൽ അതോറിറ്റീസ് മറച്ചു വയ്ക്കുകയാണ്, കോളേജ് അതോറിറ്റീസും മറച്ചു വയ്ക്കുകയാണ്, രക്ഷകർത്താക്കളും മറച്ചു വയ്ക്കുക. കാരണം കുട്ടികളുടെ ഭാവി ഓർത്തും ഈ സ്ഥാപനങ്ങളുടെ റെപ്യൂട്ടേഷൻ ഓർത്തും മറച്ചു വയ്ക്കുകയാണ്. അതുകൊണ്ടാണ് പുറത്തു വരാത്തത്. വ്യാപകമായി നടക്കുകയാണ്. അവർക്ക് ഡോമിനൻസ് ഉള്ള ക്യാമ്പസുകളിൽ അവരിതിൻ്റെ ഏജന്റുമാരായി മാറുന്നുണ്ട്. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഉണ്ട്, ഞങ്ങളുടെ വിലയിരുത്തലാണ്. ഞങ്ങളിത് അസംബ്ലിയിലും പറഞ്ഞിട്ടുണ്ട്, പുറത്തും പറഞ്ഞിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. അല്ല, പിടിച്ചതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, പിടിച്ചതിലെല്ലാം ഈ കൺസ്യൂമേഴ്സിന്റെ കയ്യിൽ നിന്നാണ്, ചെറിയ ഗ്രാമമുള്ള ആളുകളിൽ നിന്നാണ് പിടിച്ചിരിക്കുന്നത്. സോഴ്സ് എവിടെ പിടിച്ചിരിക്കുന്നത്? ആകെ ഒരു കേസാണ് പറഞ്ഞത്. സപ്ലൈ ചെയിനെ ബ്രേക്ക് ചെയ്യണ്ടേ? പണ്ട് നമ്മൾ സ്പിരിറ്റ് എങ്ങനെ അവസാനിപ്പിച്ചത്? കേരളത്തിലേക്ക് വ്യാപകമായി സ്പിരിറ്റ് വന്നിരുന്ന ഒരു കാലത്ത് ആ സ്പിരിറ്റ് എങ്ങനെയാണ് അവസാനിപ്പിച്ചത്?
സ്പിരിറ്റ് കൊണ്ടുവരുന്ന ആളുകളെ, അവിടെ നിന്ന് കൊടുത്തുവിടുന്ന ആളുകളെ വരെ ആ ഒരു സപ്ലൈ ചെയിൻ ഉണ്ട്. നേരത്തെ പറഞ്ഞത് അത് ഒറിജിനേറ്റ് ചെയ്യുന്ന സ്ഥലം വരെ ആളെ പിടിച്ച് അകത്തിട്ടപ്പോഴാണ് കേരളത്തിലേക്ക് പിന്നെ സ്പിരിറ്റ് സപ്ലൈ വേണ്ടാന്ന് തീരുമാനിച്ചത്. കേരളത്തിലേക്ക് ഡ്രഗ് സപ്ലൈ വേണ്ട എന്ന് ഇത് സപ്ലൈ ചെയ്യുന്ന ആളുകൾ തീരുമാനിക്കണമെങ്കിൽ അതിൽ കുറെ പേര് അകത്തു പോകണം. അതിൽ ആരാ അകത്ത് പോയേക്കണത്? അല്ല, ഇപ്പൊ കഴിഞ്ഞ ദിവസം കേസ് വെറുതെ വിട്ടില്ലേ? ഞങ്ങൾ അസംബ്ലി ചോദിച്ചു, വെറുതെ വിട്ടില്ലേ? വിദേശികൾ ഉൾപ്പെടെയുള്ള കേസ്, എറണാകുളത്ത് നിന്ന് പരസ്യമായിട്ട് പിടിച്ച കേസ്. എന്താ കോടതി പറഞ്ഞത്? കൊക്കൈൻ കേസ് പ്രോപ്പറായിട്ടുള്ള പ്രോസിക്യൂഷൻ നടപടികൾ എടുത്തില്ല. ഈ പോലീസിന്റെ എക്സൈസിന്റെ നടപടി എന്ന് പറയുന്നത് പിടിച്ചാൽ മാത്രം പോരാ, പിടിച്ച് പത്രത്തിൽ വാർത്ത കൊടുത്താൽ പോരാ. പിടിച്ച് പത്രത്തിൽ വാർത്ത കൊടുത്ത് അതിന്റെ എവിഡൻസ് കൊടുത്ത് സബ്സ്റ്റൻസ് ഹാജരാക്കി പ്രൂവ് ചെയ്ത് NDPS ആക്ട് അനുസരിച്ച് പ്രൂവ് ചെയ്ത് അവരെ ജയിലിലാക്കണ്ടേ? അല്ലെങ്കിൽ പിന്നെ അവർക്ക് വിട്ടുപോകാന്ന് കണ്ടു കഴിഞ്ഞാൽ ആർക്കാ പേടിയുണ്ടാവുന്നത്? ഇത് അപകടത്തിലാണ് കേരളം. അതായത് അവർക്ക് സംരക്ഷണം കൊടുക്കുന്നുണ്ട് ഈ മാഫിയക്ക് പല സ്ഥലത്തും. CPM ഉണ്ട്, ഗവൺമെന്റ് അല്ലാതെ ഇപ്പൊ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ? ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റൂലല്ലോ. ഗവൺമെന്റ് സൈഡിലിരിക്കുന്ന റൂളിംഗ് പാർട്ടിയാണ് രാഷ്ട്രീയ രക്ഷകർതൃത്വം കൊടുക്കുന്നത്. ഈ വാക്ക് ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാണ്, അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്, അന്വേഷിച്ചിട്ട് പറഞ്ഞിട്ടാണ്, ഉത്തരവാദിത്ത ബോധത്തോടുകൂടി പറഞ്ഞതാണ്. അതൊന്ന് വിട്ടുനോക്കിയേ. സംരക്ഷിക്കുന്നുണ്ട് പൂർണ്ണമായിട്ട്. അതുകൊണ്ടാണ് മടി പിടിക്കുന്നത്, പല സ്ഥലത്തും മടി പിടിക്കുന്നത്. എന്നിട്ട് കുറെ കേസ് റിപ്പോർട്ട് ചെയ്തിട്ട് കുറെ അവിടെ ഇവിടെ ഇരിക്കുന്ന പിള്ളേരെ പിടിച്ചിട്ട് പറയാണ് കേസ്, ഇത്ര കേസിന്റെ നമ്പർ കൂട്ടി കാണിക്കുക. 2022 ഞങ്ങളിത് കൊണ്ടുവരുന്നതിന്റെ എത്ര ഇരട്ടിയായി കേരളത്തിൽ വർദ്ധിച്ചു. ഇപ്പൊ ആളുകൾ പറയാണ്, നിങ്ങൾക്കറിയാലോ 15 മിനിറ്റിനകം ആർക്ക് വേണമെങ്കിലും സാധനം കിട്ടും. അത്ര അവൈലബിലിറ്റിയാണ്. ഇത് കേരളത്തിൽ ഉണ്ടാക്കുന്ന സാധനമല്ല. അത് മന്ത്രി അവകാശപ്പെടുന്നത് കഞ്ചാവിന്റെ ഉപഭോഗം കുറഞ്ഞു എന്നാ. ശരിയാണ്, കഞ്ചാവ് അല്ല ഇപ്പൊ അടിക്കണം, മറ്റേ സാധനം അടിക്കണം. MDMA കെമിക്കലും അടിക്കുന്നത്. കഞ്ചാവിന്റെ ഉപഭോഗം കുറഞ്ഞെന്നും അറിയാം. സിന്തറ്റിക് മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കുന്നത്. കഞ്ചാവിന്റെ ഉപഭോഗം കുറയാൻ നേരം മറ്റേതിന്റെ ഉപഭോഗം കൂടിയെന്നാണ്. അതാണ് സത്യം, യാഥാർത്ഥ്യം അതാണ്. ഞാൻ അത് മനസ്സിലാകണമല്ലോ. ഗവൺമെന്റ് ആദ്യം 2 മന്ത്രിമാർ ഈ സമരത്തെ അപഹസിച്ച് സംസാരിച്ചു. സമരം ചെയ്യുന്ന സ്ത്രീകളല്ലേ, ന്യായമായ ആവശ്യമല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും? 1 മണിക്കൂർ 2 മണിക്കൂർ ജോലി ചെയ്താൽ മതി എന്ന് പറഞ്ഞ് 7000 രൂപ വേതനം ഓണറേറിയം കൊടുത്തിരുന്ന സ്ഥലത്ത് 12ഉം 14ഉം മണിക്കൂർ അവർ ജോലി ചെയ്യണം. എല്ലാ പുതിയ ജോലികളും അവരുടെ തലയിൽ വയ്ക്കുന്നത്. അവർക്ക് ഒരു 21,000 രൂപ മിനിമം കൂലി സംസ്ഥാനത്ത് ഒരു ദിവസം 600 രൂപയാണ്. ഒരു 21,000 രൂപ വേണമെന്ന് പറഞ്ഞ് അവർ സമരം ചെയ്യുന്നു. അവരുടെ 3 മാസത്തെ ഓണറേറിയം കുടിശ്ശികയാണ്. സമരം ചെയ്യുന്നത് കേരളത്തിൽ തെറ്റാണോ? ഇപ്പൊ സമരം ചെയ്തവരെ പരിഹസിക്കുകയാണ്. കുട്ടികളുടെയും യുവാക്കളുടെയും സ്വഭാവ വ്യതിയാനങ്ങളെ സമൂഹം കരുതലോടെയെടുത്ത് വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അനാവശ്യമായി പണം നൽകി കുട്ടികളെ സന്തോഷിപ്പിക്കുന്ന മാതാപിതാക്കളുടെ എണ്ണവും വർദ്ധിച്ചിരിക്കുന്നു. മാറി ചിന്തിക്കേണ്ട, മാറി പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. സർക്കാർ ഇക്കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു. അതേസമയം മദ്യം, മയക്കുമരുന്ന് വ്യാപനം കേരളത്തിൽ അതിരൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ ലഹരി വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി ലഹരി വിരുദ്ധ കർമ്മസേന രൂപീകരിച്ച കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളും അഭിനന്ദനാർഹമാണ്. എന്നാൽ കേരളത്തിൽ ഈയിടെ വിവാദ വിഷയമായ പാലക്കാട് എലപ്പുള്ളിയിലെ ബ്രൂവറിയും മദ്യ കമ്പനിയാണ്. വ്യത്യാസങ്ങളുണ്ടെങ്കിലും മദ്യവും മയക്കുമരുന്നുമെല്ലാം തുല്യമാണ്. വിദ്യാലയങ്ങളിൽ ഇവയെല്ലാം സുലഭമായി ലഭിക്കുന്നു. ഇതെല്ലാം തടയേണ്ട പോലീസ്, എക്സൈസ് ഉദ്യോഗസ്ഥർ എവിടെ പോയി? കഴിഞ്ഞ മാസങ്ങളിലെ വാർത്തകളൊക്കെ പരിശോധിച്ചാൽ രാഷ്ട്രീയക്കാർക്കും ലഹരി മാഫിയകൾക്കും തമ്മിൽ ബന്ധമുണ്ടെന്ന് തോന്നിപ്പോകും. കുട്ടികളെ നേർവഴിക്ക് നടത്തേണ്ടവർ അവർക്കായി കെണിയൊരുക്കി കാത്തിരിക്കുന്നു. ലഹരി വ്യാപനത്തെയും സമൂഹത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന സിനിമകളെയും പിടിച്ചുകെട്ടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇതിനെതിരെ സമൂഹം ഉണർന്നു പ്രവർത്തിക്കണം. വിദ്യാലയങ്ങളിൽ നിയമപഠനം സിലബസിന്റെ ഭാഗമാക്കി മാറ്റണം. കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന വിദ്യാർത്ഥികളുടെ മാനസിക നില പരിശോധിക്കണം. ആവശ്യമെങ്കിൽ കൗൺസിലിംഗ് സഹായം നൽകണം. മാതാപിതാ ഗുരു ദൈവം എന്നാണല്ലോ. ഓരോ വിദ്യാർത്ഥിയും വളർത്തിക്കൊണ്ടുവരുന്നതിൽ മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും ശ്രദ്ധ അതീവ പ്രാധാന്യം അർഹിക്കുന്നതാണ്. നമുക്കൊരുമിച്ച് ലഹരിക്കെതിരെ പോരാടാം. അതിനുള്ള ആദ്യ തുടക്കം നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെയാകട്ടെ.